ശക്തിയാൽ അഭിഷേകവും തന്ന് എന്നിൽ ആത്മസന്തോഷം താതൻ പകർന്നുവല്ലോ. ആത്മശക്തിയാൽ അഭിഷേകവും തന്ന് എന്നിൽ ആത്മസന്തോഷം താതൻ പകർന്നുവല്ലോ. നാഥാ നീ എൻ പേർക്കായി ചെയ്തതെല്ലാം നന്ദിയോടെന്നും ഞാൻ ഓർത്തിടും. ഭാഷിതം. സത്യവേദ പുസ്തകത്തിലെ 44-ാമത്തെ പുസ്തകവും പുതിയ നിയമത്തിലെ 5-ാമത്തെ പുസ്തകവുമാണ് 28 അധ്യായങ്ങളുള്ള അപ്പോസ്തല പ്രവൃത്തികൾ. യേശു സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് തന്റെ ശിഷ്യന്മാർ ഇഹലോകത്തിൽ എങ്ങനെ ജീവിക്കണമെന്നും അവർക്ക് നൽകിയ നിയോഗവും വാഗ്ദത്തങ്ങളും 4 സുവിശേഷങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ യേശു കർത്താവിന്റെ സ്വർഗാരോഹണത്തിന് മുൻപ് ഏറ്റവും അവസാനം പറഞ്ഞ വാക്കുകൾ അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ കാണുന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. But you shall receive power when the Holy Spirit has come upon you, and you shall be witnesses to me in Jerusalem and in all Judea and Samaria and to the end of the earth. തുടർന്ന് 9-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഇത് പറഞ്ഞ ശേഷം അവർ കാണുക അവൻ ആരോഹണം ചെയ്തു, ഒരു മേഘം അവനെ മൂടിയിട്ട് അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു. യേശു പറഞ്ഞ ഈ അവസാന വാക്കുകളെ മഹാനിയോഗം എന്ന് പറഞ്ഞു വരുന്നു. ലൂക്കോസിന്റെ സുവിശേഷം എഴുതിയ വൈദ്യനായ ലൂക്കോസ് തന്നെയാണ് അപ്പോസ്തല പ്രവൃത്തികളും എഴുതിയതെന്ന് 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ഗ്രഹിക്കാം. ലൂക്കോസ് അപ്പോസ്തലനായ പൗലോസിന്റെ സഹചാരിയും സഹപ്രവർത്തകനുമായിരുന്നു എന്ന് പല വേദഭാഗങ്ങളും വ്യക്തമാക്കുന്നു. ലൂക്കോസ് തന്റെ സുവിശേഷം നിർത്തിയ സ്ഥാനത്ത് നിന്നാണ് അപ്പോസ്തല പ്രവൃത്തികൾ ആരംഭിക്കുന്നത്. പുതിയ നിയമസഭയുടെ ആദ്യകാല ചരിത്രം ഈ പുസ്തകത്തിൽ നാം കാണുന്നു. അപ്പോസ്തല പ്രവൃത്തികളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രസംഗങ്ങളുടെയും പ്രതിവാദങ്ങളുടെയും കേന്ദ്ര വിഷയം ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവാകുന്നു. 1-ാം അധ്യായത്തിന്റെ 2 മുതൽ വായിക്കുന്നത്, അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേക ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവുണ്ട് സ്നാനം ലഭിക്കും എന്ന് കൽപ്പിച്ചു. പരിശുദ്ധാത്മാവ് ലഭിച്ചതിന് ശേഷമാണ് യെരുശലേമിലും യഹൂദ്യയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും സാക്ഷികളാകേണ്ടത്. യേശുവിന്റെ ക്രൂശ് മരണവും പുനരുത്ഥാനവും ഭൂമിയുടെ അറ്റങ്ങൾ വരെ ലോകത്തിലേക്ക് ഒഴുകിയെത്തുന്ന ദൈവകൃപയുടെ സംഭവങ്ങളാണ് അപ്പോസ്തല പ്രവൃത്തികളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവജനത്തിന്റെ പ്രാഥമിക ദൗത്യം യേശുവിന്റെ മഹത്തായ പ്രവൃത്തികൾക്ക് സാക്ഷ്യം വഹിക്കുക എന്നുള്ളതാണ്. ഈ വാക്യങ്ങളിൽ യേശു തന്റെ ശിഷ്യന്മാരോട് ചില ആചാരങ്ങൾ അനുഷ്ഠിക്കാനോ ചില നിയമങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കാനോ ചില പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽപ്പാനോ കൽപ്പിക്കുന്നില്ല. പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ച് യേശു കർത്താവിന്റെ സാക്ഷികളാകുക. ഒരേ ഒരു കണ്ടീഷനാണ് യേശു കർത്താവ് വെച്ചത്, നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിക്കണം, അതിനുശേഷം മാത്രം സാക്ഷികളാകുക. ക്രിസ്തു എന്റെയും നിങ്ങളുടെയും പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ച് അടക്കപ്പെട്ട് തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. യേശുവിൽ വിശ്വസിക്കുന്ന ഒരുത്തരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിനു വേണ്ടിയാണ് നാം സാക്ഷികളായി തീരേണ്ടത്. ലോകമെമ്പാടും സാക്ഷ്യം വഹിച്ച പൗലോസ് പറയുന്നത്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആർ? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ? മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ
നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, അവിടുത്തെ സാക്ഷ്യം വഹിപ്പാൻ ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ എന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ. വിശ്വാസവും തന്ന് വിശുദ്ധിയിലെന്നെ നടത്തേണമേ. വിനയവും തന്ന് വിശ്വാസവും തന്ന് വിശുദ്ധി